എന്താ തമ്പി കാറിന്? ലീക്കായതാണ്. ഹോൺ ഓയിൽ ലീക്കും ഉണ്ട്. എന്താ മാധവി ഇങ്ങനെ റിവേഴ്സിൽ വന്നിരിക്കുന്നേ? ഡ്രൈവർ സാറ്, ഓ, ഇതെന്താ ഇവിടെ ഇങ്ങനെയൊക്കെ? എങ്ങനൊക്കെ? എല്ലാരും നഞ്ചു തിന്ന കാക്കയെ പോലെ. മാധവി, അപ്പം തിന്നാൻ പറഞ്ഞാ നീ അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട. അതിരിക്കട്ടെ, മാധവിയുടെ വീടെവിടാ? ആ വളവിന്റെ വളവും തിരിവും. പിന്നെ വളയം പിടിക്കാൻ പറഞ്ഞ വളയത്തെ പിടിച്ചാ മതി, അല്ലാതെ പെണ്ണുങ്ങളുടെ. എടി, ആ പറഞ്ഞതിലൊരു വലിയ വകുപ്പുണ്ടല്ലോടി മാധവി. പിന്നെ ഡ്രൈവർ തമ്പി ഇവിടുത്തെ സ്ഥിരം ഡ്രൈവറാ, നീ ടെമ്പററിയാ, സൂക്ഷിച്ചോ. ഒരു രക്ഷയും, ഒരു ചെറിയ സ്റ്റാർട്ടിങ് ട്രബിൾ. എന്റെ ദൈവമേ, ഇതിന്റെ ഈ പാട്ട് വരുന്ന സൂത്രം എവിടാ ഇരിക്കുന്നേ? അയ്യോടി മാധവി, നീ അതിന്റെ അസ്ഥാനത്താണല്ലോ പിടിച്ച് ഞെക്കിയത്. ഡ്രൈവർ സാറേ, എവിടാ പിടിച്ച് ഞെക്കിയത്? ഞാനിവിടുന്ന് പഠിക്കട്ടെ. മാധവി, ആണുങ്ങള് പലയിടത്തും പിടിച്ച് ഞെക്കും. ഞെക്കുമ്പോ പാട്ട് വരും, കൊട്ട് വരും. പക്ഷെ നീ ഞെക്കണ്ട. പിന്നെ വലിയ വീട്ടിൽ വേലയ്ക്ക് വരുന്ന പെണ്ണുങ്ങൾ ഡ്രൈവർ സാറിന് ദക്ഷിണ കൊടുക്കാതെ മറ്റു ജോലി തുടങ്ങാറില്ല. ദിവസം അതിക്രമിച്ചു മാധവി. മാധവി, തമ്പി, എന്താണോ നമ്മൾ മാറ്റി പിടിക്കണം. ഞാൻ കണ്ടില്ല കുഞ്ഞെ ഇതായിട്ട് അയ്യോ മാധവി, ഞാൻ അറിയാതെ അടിച്ചതാ. ഗുരുവായൂരപ്പാ, 17 വർഷമായി ഞാൻ വക്കീൽ സാറിന്റെ കൂടെ കൂടിയിട്ട് ഒരു കൂരപ്പഴയോ ഒരു തരി മണ്ണോ എനിക്കില്ലാതെ ഞാൻ വിഷമിക്കുകയാണ്. തമ്പിക്കാണെങ്കിൽ 5-6 പിള്ളേരും ഉണക്കപ്പരവാ പോലൊരു പെണ്ണും പിള്ളയും ഒന്ന് മിനുക്കാൻ ഒരു വശവും ഇല്ലാഞ്ഞ് വിഷമിച്ചപ്പോഴാണ് അങ്ങയുടെ കടാക്ഷം ഈ ഭക്തരിൽ പതിഞ്ഞത്. എന്റെ ഗുരുവായൂരപ്പാ, അതിന് നന്ദി പറയാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ആ വക്കീൽ സാറിന്റെ കയ്യിൽ അങ്ങ് കൊടുത്തയച്ച പണം മുഴുവൻ കിട്ടി, അതിനും നന്ദി. ഇനിയും 1-2 സ്ഥലത്ത് നന്ദി പറയാനുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ധൃതി പിടിച്ച് നടന്നു പോകുന്നത്. സൗകര്യം ഉണ്ടെങ്കിൽ നാളെയും ഞങ്ങൾ വരാം. കാശ് കൈമാറിയതായി തളർത്തരുത്, വലിയ പാലത്തോട് ഓർമ്മയുണ്ടേ. അല്ലേ, ഇതാരാ? ഞങ്ങള് ജയലക്ഷ്മി കുഞ്ഞിന്റെ വീട്ടിൽ നിന്ന് വരിക, നല്ല വാതിൽ കാണാൻ. ഞാൻ ഗുമസ്തനാ. അല്ല, പെണ്ണിന്റെ അച്ഛനമ്മയില്ലാതെയാണോ നല്ല വാതിൽ കാണാൻ വരുന്നത്? ഇത് എവിടുത്തെ ന്യായമാ? അവർ രണ്ടുപേരും വണ്ടി കയറി ഇരുന്നതാണ്. അപ്പോഴാണ് ഞങ്ങളുടെ നാട്ടിലെ ക്രമസമാധാന നില തകരാറിലായത്. എന്നിട്ടിപ്പം സമാധാന നില ക്രമത്തിലായോ? ഇല്ല, 10 പട്ടി ചത്ത് കിടക്കല്ലേ? അതേന്നെ, ഒരു MLA-യുടെ പട്ടി മറ്റേ MLA-യുടെ പട്ടിയെ കടിച്ചു. വിവരം പറഞ്ഞ ആ MLA ഈ MLA-യോട് എക്സ്ക്യൂസും പറഞ്ഞ് ചായയും കുടിച്ച് പിരിഞ്ഞു. പക്ഷെ കടി കൊണ്ട പട്ടി വിടുവോ? ഒറ്റ കൂവലല്ലേ? ദാ വരുന്നു പോമറേനിയൻ, അൽസേഷൻ, ബുൾഡോസർ, മറ്റേ പട്ടി, മറച്ചേ പട്ടി, കരിപ്പട്ടി, തീപ്പട്ടി വരെ. മണം പിടിക്കാമെന്ന മറ്റേ പട്ടി വരെ ചത്തു മലർന്ന് കിടക്കുകയല്ലേ?
തമ്പി ആ വന്ന അദ്ദേഹം ജഡ്ജി കണ്ടിട്ട് സുധാകർ സാറിന്റെ അനിയനാണെന്നാണ് തോന്നുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് കുഞ്ഞെ വിശേഷങ്ങൾ? പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോ കുഞ്ഞിന്റെ അച്ഛൻ ഞങ്ങൾ ശരിക്കും ക്രോസ് ചെയ്യും. അതുകൊണ്ട് വന്ന അദ്ദേഹം ആരാണ് പറ. ഡോക്ടർ മധു ജയേട്ടനെ ചികിത്സിക്കാൻ മലേഷ്യയിൽ നിന്ന് വരുത്തിയതാണ്. അതാ ഞാൻ പറഞ്ഞേ. അത് തന്നെ ഞാനും പറഞ്ഞത്. എന്റെ ലഡ്ഡു തായ ഉറങ്ങി. പ്രേമിച്ചതും ബൈക്കിൽ കയറിയതും മറിഞ്ഞു വീണതും വല്ലവൻ. ഇപ്പൊ ആശുപത്രി കുത്തിയിരിപ്പ് സത്യാഗ്രഹം നമുക്ക്. തമ്പി ഉപ്പ് സത്യാഗ്രഹം മുതൽ 100 കുത്തിയിരിപ്പ് സത്യാഗ്രഹം വരെ നടത്തിയ പാവം ഗോവിന്ദമാഷ മകനല്ലേടാ ജയദേവൻ. നമുക്ക് ക്ഷമിക്കാം. ചേട്ടാ, ഈ ഉപ്പ് സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ എന്തുവാ? എടാ, ഈ ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത് അറിയാൻ പാടില്ലാത്ത നീ അവിടെ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്നത്. ചേട്ടാ, ഈ ഉപ്പ് ചാക്കിനകത്തും രാഷ്ട്രീയം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാ അറിയുന്നേ. എടാ, നമ്മുടെ രാഷ്ട്രീയം തുടങ്ങുന്നത് തന്നെ ഉപ്പ് ചാക്കിനകത്ത് നിന്നല്ലേ. നമ്മുടെ ബ്രിട്ടീഷുകാരും മഹാത്മാഗാന്ധി തമ്മിൽ പന്തം വെച്ച് ഒരു ചാക്ക് ഉപ്പ് കടപ്പുറത്തിരുന്ന് ഒറ്റ ഇരിപ്പിന് തിന്നാമോ എന്ന് ഗാന്ധിയോട് ചോദ്യം. തിന്നാൽ എന്ത് തരും എന്ന് ഗാന്ധി. തിന്നാൽ ഇന്ത്യ തരാമെന്ന് ആര്? അതിപ്പോ ആരാകാം? ബ്രിട്ടീഷുകാര്. ഗാന്ധിജി ഒറ്റ ഇരിപ്പിന് ഒരു ചാക്ക് ഉപ്പ് നിന്ന് ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ച്. നമുക്ക് അങ്ങനെയാണ് ഇന്ത്യ രാജ്യം നമുക്ക് കിട്ടിയതല്ലേ? തന്നെയല്ല, ഈ ഗാന്ധിയുടെ ഒരു അത്യാഗ്രഹം കൂടിയായിരുന്നു ഇന്ത്യ നമുക്ക് കിട്ടണമെന്നുള്ളത്. അതാണല്ലോ ഈ ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. ആരാടാ? ഒരു പ്രാന്തനെ ഉറക്കിയപ്പം 2 പ്രാന്തന്മാർ കൂടി തുടങ്ങിയിരിക്കുക. എടാ, നിനക്കൊക്കെ ഉറക്കം വരുന്നില്ലെങ്കിൽ ഇവിടെ നല്ല മുഴുത്ത ഗുളിക കിട്ടും. അത് മേടിച്ച് കഴിച്ചോണ്ട് കിടന്ന് ഉറങ്ങ്. ഉണ്ടാടാ. ഹലോ, നിങ്ങൾ അഡ്വക്കേറ്റ് ബാലകൃഷ്ണന്റെ ഗുമസ്തനാണല്ലേ? അതെ, 20 years പ്രാക്ടീസ്. ഗുഡ്. ഞാൻ ഡ്രൈവർ, 10 years ലൈസൻസ്. ഓ, വെരി ഗുഡ്. താങ്ക് യു സാർ. ബ്ലഡി റാസ്കൽ. സത്യാഗ്രഹം. മഹാത്മാഗാന്ധിയെ കുറിച്ചും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചും നിങ്ങൾക്ക് എന്തറിയാം? പ്രസംഗിക്കും ഇഡിയറ്റ്. ഇനി 2 എണ്ണത്തിന് ഇവിടെ കണ്ടുപോരും. ആ, പോണം. ഇങ്ങോട്ട് പോ.